നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ പെൻഷനേഴ്സിൻ്റെ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പൂവാർ ഐലൻഡ് കാണാനായി എത്തിയത്. ഇത്തവണത്തെ കുടുംബ സംഗമം വേറിട്ടൊരു അനുഭവമായി മാറി. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള അതിസുന്ദരമായൊരു തീരദേശ മേഖലയാണ് പൂവാർ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 27 കിലോമീറ്റർ ദൂരെയാണ് ഈ പ്രദേശം. ഞങ്ങൾ ആദ്യം എത്തിയത് പൂവാർ സിനി കഫേയിലാണ്. അവിടെ കുട്ടികൾക്കുള്ള പാർക്കും മുതിർന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് കാഴ്ചകളും കാണാനായി കഴിഞ്ഞു. 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഭരിച്ചിരുന്ന കാലം ഈ സ്ഥലം പൂക്കുമൂസാപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് തിരുവിതാംകൂറിലുണ്ടായ ആഭ്യന്തര കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ട രാജാവ് വീണ്ടും പൂവാറിലെത്തിയപ്പോൾ വസന്തകാലമായിരുന്നു. കൊഴിഞ്ഞു വീണ പൂക്കൾ ആറിലൂടെ ഒഴുകുന്ന സുന്ദരമായ കാഴ്ച കണ്ട് മഹാരാജാവ് ഇതിനെ പൂവാറെന്നാക്കി മാറ്റി. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ബോട്ടിങ്ങിനായി ഇറങ്ങി. 100ഓളം അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ബോട്ടിൽ 8 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. അവിടെ ആവശ്യാനുസരണം ബോട്ടുകളുണ്ട്. ബോട്ടിൽ കയറി കണ്ടൽക്കാടുകളിലൂടെ ഇറങ്ങി നെയ്യാറിലെത്തി. നെയ്യാർ അറബിക്കടലിൽ അരിയുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് പൊഴിക്കരയിൽ കാണാനായി സാധിക്കുന്നത്. ഇവിടുത്തെ ബീച്ചിന് പൂവാർ ബീച്ചെന്നും ഗോൾഡൻ സെൻഡ് ബീച്ചെന്നും അറിയപ്പെടും. വെള്ളത്തിലൂടെയുള്ള യാത്ര അതിമനോഹരവും മനസ്സിനും കണ്ണിനും കുളിർമയേകുന്നതും ആനന്ദപ്രദവുമായിരുന്നു. വെള്ളം ഒഴുകുന്നതിൻ്റെ ഇരുവശങ്ങളിലും ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ കാണാം. ബോട്ടയാത്രയ്ക്കിടയിൽ പല സുന്ദര കാഴ്ചകളും കാണാം. ഒരു മസ്ജിദ് കണ്ടു. മസ്ജിദിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പടവുകളും ഒരുക്കിയിട്ടുണ്ട്. ബോട്ടിലിരുന്നു കൊണ്ടുള്ള ദൂരക്കാഴ്ച അതിമനോഹരമാണ്. ആറിൽ തന്നെ ധാരാളം കണ്ടൽക്കാടുകൾ കാണാനായി കഴിഞ്ഞു. ആ മരങ്ങളുടെ കൂട്ടം കാണാൻ അതിമനോഹരമാണ്. ഇതിൽ ധാരാളം പക്ഷികൾ വന്നിരിക്കുന്നതായി കണ്ടു. ഇവിടെ ദേശാടന പക്ഷികളും എത്താറുണ്ട്. ബോട്ടിലിരിക്കുമ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ അലയടി കാണാൻ അതിലേറെ ഭംഗിയാണ്. വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന 1-2 റെസ്റ്റോറൻറ്റുകൾ കാണാൻ കഴിഞ്ഞു. ആവശ്യക്കാർക്ക് അവിടേക്ക് ബോട്ടിൽ പോകാം. ബോട്ട് യാത്രയിൽ തന്നെ 2 കരകളിലും ധാരാളം റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും കാണാനായി കഴിഞ്ഞു. വേറിട്ട പല സുന്ദര കാഴ്ചകളും നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ പൂവാർ ബീച്ചിലെത്തി. അവിടെ നിന്നുകൊണ്ടുള്ള പ്രകൃതി ദൃശ്യം കാണാൻ അതിലേറെ മനോഹരമാണ്. തെങ്ങിൻ തോപ്പുകളും കാടുകളും അടങ്ങിയ മനോഹരമായ ദൃശ്യം. ഇത്രയും ജലാംശമുള്ള സ്ഥലത്തും ചെറിയ രീതിയിലുള്ള മണലാരുണ്യം കാണാനായി കഴിഞ്ഞു. അവിടെ ഒട്ടക സവാരിയും കുതിര സവാരിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം കച്ചവട കാഴ്ചകളും അവിടെ കാണാൻ. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെ. ബാക്കി നേർക്കാഴ്ചയായി കാണാം.